രാഹുൽ, മീറ്റിംഗ് 9 മണിക്കായിരുന്നു, ഇപ്പോൾ 9:30 ആയി. യു ആർ ലേറ്റ്. പ്രൊഫഷണൽ ഇംഗ്ലീഷിൽ ലേറ്റ് ആണെങ്കിൽ റീസൺ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. അയ്യോ സർ, സോറി, ട്രാഫിക് കാരണം ലേറ്റായിപ്പോയി. പക്ഷേ ഇംഗ്ലീഷിൽ ഞാൻ പറയും, ഐ അപ്പോളജൈസ് ഫോർ ബീയിങ് ലേറ്റ്, ഐ വാസ് സ്റ്റക്ക് ഇൻ ട്രാഫിക്. ശരിയാണോ സർ? ആഹാ, വെരി ഗുഡ്. ബട്ട് റിമെമ്പർ, ബിസിനസ് ഇംഗ്ലീഷിൽ സോറി മാത്രം പോരാ, ഫുൾ സെൻറ്റൻസ് ആകണം. ഫോർ എക്സാമ്പിൾ, ഐ എം സോറി ഫോർ ദ ഡിലേ, ഐ ഹാഡ് എൻ അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻ. മനസ്സിലായോ? താങ്ക് യു സാർ, എനിക്ക് നന്നായിട്ട് മനസ്സിലായി. സാർ, ടൈം മാനേജ്മെൻറ്റ് കുറയ്ക്കാനുള്ള ശ്രമമാണ്. ഹൗ ടു സേ ദാറ്റ് ഇൻ ഇംഗ്ലീഷ്? ഐ ആം വർക്കിംഗ് ഓൺ ഇംപ്രൂവിങ് മൈ ടൈം മാനേജ്മെൻറ്റ്. അങ്ങനെയാണോ പറയുക? അത് കറക്റ്റാണ്. പക്ഷേ നേരം വൈകിയതിന് പൊളൈറ്റായിട്ട് പറയാൻ താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്, ഐ അഷ്വർ യു ഇറ്റ് വോണ്ട് ഹാപ്പൻ അഗെയിൻ എന്ന് പറയണം. മനസ്സിലായോ? ഐ അഷ്വർ യു സർ, ഇറ്റ് വോണ്ട് ഹാപ്പൻ അഗെയിൻ. അപ്പോൾ രാഹുൽ, ഇന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തന്നത് ഹൗ ടു ഗീവ് റീസൺസ് പ്രൊഫഷണലി എന്നാണ്. നമ്മൾ സാധാരണ സംസാരിക്കുന്ന പോലെ ഷോർട്ട് എക്സ്പ്ലനേഷൻസ് കൊടുത്താൽ പോരാ, ഇംഗ്ലീഷിൽ പൊളൈറ്റ് ഫ്രേസസും കറക്റ്റ് റീസണും കൊടുക്കണം. അപ്പോൾ എന്തായിരുന്നു? ഫസ്റ്റ്, അപ്പോളജൈസ്. രണ്ടാമത്, ഗിവ് എ റീസൺ. മൂന്നാമത്, ഷോ റെസ്പോൺസിബിലിറ്റി. നാലാമത്, ഗിവ് അഷുറൻസ്. അപ്പോൾ ഇങ്ങനെയാണ് ഇനി ബിസിനസ് ഇംഗ്ലീഷിൽ നേരം വൈകിയാൽ നീ പറയേണ്ടത്. ഓക്കെ? ഓ സർ, അപ്പോൾ can I practice now? If I miss a deadline, I can say, I apologize for the delay. I had some technical issues. I am working on fixing them. I will submit it soon. അല്ലേ സാർ? മിടുക്കൻ, പെർഫെക്റ്റ്. ദാറ്റ്സ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ. അല്ലേ സാർ, ഈ ഫ്രേസസ് ഒക്കെ ഞാൻ മറന്നു പോകുന്ന എനിക്ക് സംശയം. ഞാൻ എന്താ ചെയ്യുക? എനിക്കറിയാം നീ ഇതൊക്കെ മറക്കുമെന്ന്. അതേ, ഒരു കാര്യം ചെയ്യ്, ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി, അതിനകത്ത് എല്ലാ ഫ്രീസസും കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കൊളീഗ്സിന് ഷെയർ ചെയ്തോളൂ, അപ്പോൾ അവർക്ക് ഇതൊക്കെ പഠിക്കാമല്ലോ. ഓക്കെ സാർ, അപ്പോൾ ഞാൻ ബിസിനസ് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് വേറെ ദിവസം വേറെ ടോപ്പിക്കായിട്ട് സാറിൻ്റെ അടുത്തേക്ക് വരാം കേട്ടോ. ബൈ.